ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ നാളെയാണ് ചമ്മി നാണം കെടാൻ പോകുന്ന എപ്പിസോഡ് വരാൻ പോകുന്നത്. അങ്ങനെ പെണ്ണിന്റെ മുഖം കാണാൻ വേണ്ടി താലി കിട്ടുന്ന സമയത്താണ് നമ്മുടെ ലക്ഷ്മിയുടെ മുഖം പ്രകാശൻ കാണുന്നത്. ലക്ഷ്മിയാണെന്ന് അറിയുന്ന പ്രകാശൻ ആകെ തകർന്നു പോകുകയാണ്. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ പ്രകാശൻ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുമ്പോൾ ബൈജു ഒക്കെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാട്ടോ. പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിക്രത്തിനാണെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ച് അവിടെ നിന്ന് അപ്പം തന്നെ പോകുന്നുണ്ട്. ശേഷം രാവിലെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും കാർത്തിയുടെ കഴിഞ്ഞ് ഇത്രയും നാളെ പണിയെടുത്തതിന്റെ പൈസ മേടിച്ചേ പറ്റൂ, ഇത്രയും നാളെ പണിയെടുത്തതിന്റെ ഷെയർ വാങ്ങിച്ചേ പറ്റൂ എന്ന് വിക്രവും പ്രകാശനും തീരുമാനിക്കണം. അപ്പൊ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഒഴിച്ചു വിടുന്നുണ്ട്. അവര് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും കാർത്തിക ബാഗും പെട്ടിയും കുടുക്കയൊക്കെ നിലത്തേക്ക് ഇട്ട് വെക്കുവാണ്, ഇവിടെ നിന്ന് പൊയ്ക്കോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് രാവിലെ തന്നെ പ്രകാശനും വിക്രവും കൂടി കാർത്തികനെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ ഓഫീസിലെത്തുന്ന വിക്രവും പ്രകാശനും ആകെ ഞെട്ടിപ്പോവാണ്. ഓഫീസിൽ കസേലിരിക്കുകയാണ് കിരണും കല്യാണിയും കൂടെ ദീപയൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുന്ന പ്രകാശനാകെ ഞെട്ടിപ്പോവാണ്. അതിനുശേഷം കിരണാണെന്നുണ്ടെങ്കിൽ വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ് MD എന്ന് പറഞ്ഞ് ബോർഡ് എഴുതിച്ച ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, അതെടുത്ത് വിക്രത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. വിക്രത്തിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ശേഷം വിക്രം പറയുന്നുണ്ട്, ഇത്ര നാളെ പണിയെടുത്ത പൈസ ഞങ്ങളുടെ ഷെയർ ഞങ്ങൾക്കത് തരണം എന്ന് പറയാണ്. കാർത്തിക പറയുന്നുണ്ട്, എന്ത് ഷെയർ? നിങ്ങൾക്ക് ഒരു ഷെയറും ഇല്ല, ഞാൻ എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾക്കൊന്നും ഷെയറും കാര്യങ്ങളൊന്നും തന്നിട്ടില്ലല്ലോ, പിന്നെ എന്താ നിങ്ങൾ ചോദിക്കും? എഗ്രിമെന്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, വായ കൊണ്ടല്ലേ പറഞ്ഞത്, അതിന് വലിയ തെളിവൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്റെ വീട്ടിൽ ഇത്ര നാൾ തിന്ന് കഴിഞ്ഞ നല്ല സുഖമായിട്ട് AC റൂമിലല്ലേ കഴിഞ്ഞത്, അപ്പൊ ആ ഒരു രീതിയിൽ കണക്ക് കൂട്ടിയാൽ മതി, എന്തായാലും 10 പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല എന്ന് പറയാണ്. അപ്പൊ പ്രകാശം പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇത് കുറച്ച് കൂടുതലാണ്, ഞങ്ങൾ ഇത്ര നാൾ പണിയെടുത്ത പൈസ എങ്കിലും തന്നുകൂടെയെന്ന് ചോദിക്കുമ്പോ കാർത്തിക പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ തരില്ല, ഇത് നിങ്ങളുടെ അഹങ്കാരത്തിനെ കിട്ടിയതാണ്. ഇനി രാജപ്പനെ 16 ലക്ഷം രൂപ കൊടുത്തോ, മുമ്പ് ഒരു 10 ലക്ഷം രൂപ കടുണ്ടായപ്പോ കല്യാണിയാണ് കൊടുത്തത്, ഈ പ്രാവശ്യം കല്യാണി എന്നല്ല, ആരും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല, നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറയാണ്. പ്രകാശന വിക്രം ആകെ നാണം കെട്ട് പോകുന്ന ഭാഗമായിട്ട് നമ്മൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.